എല്ലാവർക്കും ആദം സേറ ബ്ലോഗ്സിലേക്ക് സ്വാഗതം. എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. രാവിലെ പോയി 1 കിലോ മത്തി വാങ്ങിച്ച് അവത്തി ചെറുത് പറ്റിക്കാനെടുത്ത് പറ്റിക്കാൻ, പിന്നെ കുറച്ച് അല്പം വലിപ്പമുള്ളതെല്ലാം കൂടെ വറക്കാനും പെരട്ടിയെല്ലാം വെച്ച് ഇന്ന് ഉച്ചക്കത്തേക്കുള്ള കറി മത്തി വറുത്തതും പിന്നെ മത്തി വറ്റിച്ചു, പിന്നെ ഇച്ചിരി ഉരുളക്കിഴങ്ങ് മെഴുക്കോട്ടി ഇരിപ്പുണ്ട്. അതിനുള്ള എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പച്ചമുളക്, എരിവുള്ള പച്ചമുളക്, പിന്നെ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ ഞാൻ ഒരു ഇച്ചിരി മല്ലിയില ഇടും. എന്നാ എനിക്ക് ഇച്ചിരി മല്ലിയില ഇടണം. പിന്നെ പുളി എല്ലാം അരിഞ്ഞ് റെഡിയാക്കി ഇനി കൂട്ടട്ടെ എല്ലാം കൂടെ. പിന്നെ തേങ്ങാപ്പീരയും അരിഞ്ഞ് വെച്ച് ഇനി ഓരോന്നോരോന്നായിട്ട് ഇടട്ടെ. വെളിച്ചെണ്ണ ആദ്യം ഇച്ചിരി വെളിച്ചെണ്ണ എടുക്കട്ടെ. ഉള്ളിയിട്ട് നല്ലോണം ഉള്ളി ഇടും ഞാൻ. ഓക്കെ, ഉള്ളിയിട്ട് ഇനി ഇഞ്ചി വേണ്ട, ഇഞ്ചി, വെളുത്തുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, ഇച്ചിരി മല്ലിയില, ഇട്ട് ഇനി പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളക്. ഓക്കെ, അത് വിട്ട് ഇനി തേങ്ങാപ്പീര. ഓക്കെ, തേങ്ങാപ്പീര ഇട്ട് തേങ്ങാപ്പീര നല്ലോണം ഇട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി. ഓക്കെ, മഞ്ഞൾപ്പൊടി ഇട്ട് ഇനി ഉപ്പ്, പാകത്തിന് ഉപ്പ് ഇട്ടെ. ഉപ്പ് കുറച്ച് ഇടാം. ഓക്കെ, ഉപ്പ് ഇട്ട് ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കട്ടെ. പുളി ഇട്ടില്ല, പുളി ഇടട്ടെ. എല്ലാം കൂടെ ഇനി നല്ലോണം ഒന്ന് കൊഴിക്കട്ടെ. തേങ്ങാപ്പീര് ഒരിച്ചിട്ട് കൂടിപ്പോയെന്ന് തോന്നുന്നു. സാരമില്ല. മത്തി പീര വെക്കുമ്പോൾ ഇച്ചിരി തേങ്ങാപ്പീരിച്ച് കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇളക്കി ഇനിയേ അടുപ്പത്ത് കൊണ്ട് വെക്കട്ടെ.
ഓക്കെ, നല്ലോണം ഇളക്കി അടുപ്പത്ത് കൊണ്ടുപോയി വെക്കട്ടെ. ഓക്കെ, അത് വെച്ച് ഇനി മത്തി വറക്കട്ടെ. ഇനി ഇത് ശാല നേരെ മൂടി വെച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ ഇങ്ങനെ. അപ്പോഴത്തേക്ക് മീൻ വറക്കുന്നതും റെഡിയാക്കാം. തീ കത്തിച്ചു ചൂടാകട്ടെ, എന്നിട്ട് എണ്ണ ഇടാം. ഓക്കെ, കല്ല് ചൂടായി. ഇനി മീനൊക്കെ എടുത്തുകൊണ്ട് വരട്ടെ. വേണ്ട വേട്ട് വെച്ചിരിക്കുന്ന ഓ ഓക്കെ, എണ്ണ ഒഴിച്ചു. ഇനി മീനെടുത്തിടട്ടെ. എണ്ണ എനിക്ക് ഇവിടെ എല്ലാം തുറച്ചു. രണ്ട് മൂന്ന് നാല് മൊത്തം മീനും എടുത്തിട്ട് 9 മത്തിയുണ്ട്. ഉച്ചയ്ക്ക് 2 എണ്ണം എനിക്കും 1 എണ്ണം എൻ്റെ പൂച്ചയ്ക്ക്. വൈകുന്നേരം 2 എണ്ണം എനിക്ക്, 1 എണ്ണം എൻ്റെ പൂച്ചയ്ക്ക്. പിന്നെ ഒരു 3 എണ്ണം ഉണ്ട്, അത് നാളെ രാവിലെ പഴക്കഞ്ഞി കുടിക്കാം. 2 എണ്ണം എനിക്കും, 1 എണ്ണം എൻ്റെ പൂച്ചയ്ക്ക്. അങ്ങനെ 9 എണ്ണം. ഇച്ചിരി എണ്ണ ഒഴിക്കണം തോന്നുന്നു. അരപ്പേ ഇത്രയും കൂടി ഇരിപ്പുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ചാറോടെ ഇന്ന് മണ്ടയ്ക്ക് തൂക്കി വെക്കാം. ഓക്കെ, ഇനി ഇതൊന്ന് തുറന്ന് നോക്കട്ടെ. ഇല്ല, വെന്തിട്ടില്ല. ചാറോടെ വേകാനുണ്ട്. ചെറുതായിട്ടൊന്ന് ഇളക്കട്ടെ, എന്നിട്ടൊന്നുകൂടെ മൂടി വെക്കാം. ഓക്കെ, ശകല നേരം കൂടെ മൂടി വെച്ച് വേവിക്കട്ടെ. അപ്പോഴത്തേക്ക് വേഗം ഓക്കെ, നല്ലോണം ആവിയൊക്കെ പറക്കാൻ തുറന്ന് നോക്കട്ടെ. എന്താന്ന് തോന്നുന്നു, നോക്കട്ടെ നല്ലോണം. ഇതും കൂട്ടിയായിരുന്നു ഉച്ചയ്ക്കത്തെ ചോറ് ഊണ്. മത്തി ഇനി ഞാൻ തിരിക്കുന്നു. നല്ലോണം ആവി വറക്കുന്നു. ഇനിയേ ഈ മത്തി ഒന്ന് തിരിച്ചിട്ടെ. ഒരാഴ്ചയുടെ വേകാനുണ്ട്, എന്നിട്ട് തിരിച്ചിടാം. ഇനി മത്തി ഒന്ന് തിരിച്ചിടട്ടെ. ഓക്കെ, 1 2 3 4 5 6 7 8. ഇതെല്ലാം നേരത്തെ ഞാൻ തിരിച്ചിട്ട് ആദ്യം. ഇനി അപ്പുറത്തെ സൈഡ് വെന്ത് കഴിഞ്ഞാൽ ഈ അങ്ങ് ഓഫ് ചെയ്യാം. അങ്ങനെ മത്തിപ്പീരൻ റെഡിയായി.
കട്ടി ഇച്ചിരി കുറവാണ്, കാണാൻ വയ്യ. തേങ്ങാപ്പീരി ഇച്ചിരി കൂടിപ്പോയത് കാരണം. ഓക്കെ, പിന്നെ മീൻ വറുത്തതും റെഡിയായി. പിന്നെ എല്ലാവരും മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദം സേറ വ്ളോഗ് മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബേഴ്സൊക്കെ തീരെ കുറവാണ്. അതുപോലെ എൻ്റെ വീഡിയോ ഒക്കെ മറ്റുള്ളവരെയും കൂടെ കാണാൻ പറയണം. ചെറിയ രീതിയിൽ വീഡിയോ ഇടുന്നുള്ളൂ, പക്ഷെ എന്നാലും കാണാൻ പറയണം. അല്ല, സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യണം കേട്ടോ. 300 ഇത് വീഡിയോ എടുക്കുമ്പോൾ 340 വരെ ആയിട്ടുള്ളൂ. ഇനി കുറച്ച് അരപ്പൊടി ഇരിപ്പുണ്ട്. അത് ഈ മീൻ തിന്നു കഴിയുമ്പോഴത്തേക്ക് നാളെ പോയി മീൻ വാങ്ങാൻ എന്തൊക്കെയാണ്. ഇന്നത്തേക്കും കൂടെ ഉള്ളൂ. ഇന്നും നാളെ രാവിലത്തേക്കും കൂടെ ഉള്ളേ ഉള്ളൂ.